നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്ന സൂചനകളാണ് കുറേ ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയൊരു യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യതകൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴും ഭീകരർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടൊക്കെയാണ് ഇസ്രായേലും ഇന്ത്യയുമായിട്ടും ഒരു അഭൂതപൂർവമായ ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. ഭീകരരുടെ സ്ഥിരം ഒരു ശത്രു എന്ന് പറയുന്നത് ഇസ്രായേലും ഇന്ത്യയും തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭീകരർക്ക് ഇന്ത്യ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഹാലിളകുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ അറബിക്കടലിൽ വലിയൊരു അഭ്യാസ പ്രകടനം നടക്കുകയുണ്ടായി. ഇന്ത്യൻ നാവികസേനയുടെയും എയർഫോഴ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഒന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് ഇന്ത്യൻ ആർമിക്ക്, അതായത് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും സാധിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇന്ത്യ കാണിച്ചു കൊടുത്തത് ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, ഞങ്ങളുടെ യുദ്ധ സന്നാഹങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ ആയുധങ്ങൾ റെഡിയാണ് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് എന്ന ഒരു സന്ദേശം ഇന്ത്യയുടെ ശത്രുക്കൾക്ക് കൊടുക്കുവാനായിട്ട് ഈ അഭ്യാസത്തിലൂടെ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യയുടെ വാർ പ്ലെയിനുകൾ, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പാഞ്ഞ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ കണ്ടതാണ്. ഇന്ത്യയുടെ ഏറ്റവും ആധുനിക യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം നടന്നത്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലും ഇപ്പോൾ നില ഉറപ്പിച്ചിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള പട്രോളിംഗ് നടക്കുന്നു. പാകിസ്ഥാന്റെ നാവികസേനയും ഇന്ത്യയോടൊപ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് ഇന്ത്യക്കെതിരെ നിലയുറപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ തട്ടിച്ചു നോക്കുമ്പോൾ, ഇന്ത്യയെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാനിലെ യുദ്ധസന്നാഹങ്ങളും പാകിസ്ഥാനിലെ നാവികസേനയും പാകിസ്ഥാനിലെ എയർഫോഴ്സും എല്ലാം. കാലഹരണപ്പെട്ട ചില ഉപകരണങ്ങളും യുദ്ധവിമാനങ്ങളും മാത്രം അവശേഷിക്കുന്ന, വളരെ ടെക്നോളജി പരമായിട്ട് മുന്നേറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത യുദ്ധസന്നാഹങ്ങളുമായി യുദ്ധത്തിന് വരുന്ന പാകിസ്ഥാന്റെ ചിത്രങ്ങളും ഒരു സൈഡിൽ നിൽക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത്, ഇസ്രായേലിൽ നിന്ന് ഒരു വലിയ ചരക്ക് വിമാനം, അതായത് സൈനിക ചരക്ക് വിമാനം ഇന്ത്യയിലെ പേര് പുറത്ത് പറയാത്ത ഒരു രഹസ്യ വ്യോമതാവളത്തിൽ എത്തി ഇന്ത്യക്ക് ആയുധങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ, മിസൈൽ ശേഖരങ്ങൾ കൈമാറി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ചാനൽ തന്നെയാണ്. നമുക്കറിയാം, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഏത് സമയവും തങ്ങളെ ആക്രമിക്കും എന്നൊരു നിലവിളി തന്നെയാണ് പാകിസ്ഥാന്റെ പക്കൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ ഹമാസ് അനുകൂലികളും പാകിസ്ഥാൻ അനുകൂലികളും പാലസ്തീൻ അനുകൂലികളൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ പാകിസ്ഥാനെതിരെ സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നാൽ ഇവിടെ അകത്ത് കിടക്കും എന്നുള്ളൊരു പേടി കൊണ്ട് ചില മഹാന്മാരൊക്കെ അങ്ങനെ പരസ്യമായിട്ടുള്ളൊരു സപ്പോർട്ടുമായിട്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. എങ്കിലും സർക്കാരിനെതിരെ, സംവിധാനങ്ങൾക്കെതിരെ ഒക്കെ നിലകൊള്ളുന്ന ചില നടപടികളും ചില വിമർശനങ്ങളുമായിട്ടൊക്കെ ചിലർ അവിടെ ഇവിടെയൊക്കെ തല പൊക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. എന്തായാലും ഇന്ത്യയുടെ യുദ്ധസന്നാഹങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ മികച്ച യുദ്ധ സംവിധാനങ്ങളാണ്. ഇന്ത്യയിലേക്ക് കടന്നു കയറിയാൽ ഏത് നിമിഷവും കനത്ത ആക്രമണം നേരിടാൻ ഒരുങ്ങിക്കോളൂ എന്ന് ഇന്ത്യൻ നാവികസേനയും നേരിട്ട് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പാകിസ്ഥാന്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജെറ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്നത് റഫേൽ വിമാനമാണ്. റഫേൽ വിമാനം മികച്ച പോരാട്ട ശേഷികൾക്ക് പേരുകേട്ട വിമാനം, രഹസ്യ സ്വഭാവമുള്ള വൈവിധ്യമാർന്ന സാങ്കേതികമായി പുരോഗമിച്ച മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് റഫേൽ വിമാനങ്ങൾ. നമുക്കറിയാം, ഇത് ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുഖോയ് Su-30 MKI എന്ന് പറയുന്ന വിമാനമുണ്ട്. അത് ബാലാക്കോട്ട് ആക്രമണം പോലെയുള്ള പ്രവർത്തനങ്ങൾ തെളിയിക്കപ്പെട്ട സൂപ്പർ മാനുവറബിലിറ്റിയും അതോടൊപ്പം തന്നെ ദീർഘദൂര കഴിവുകളുമുള്ള ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് സുഖോയ് Su-30 എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു അസറ്റാണ്. അതുപോലെ തന്നെ HAL തേജസ് എന്ന് പറയുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്, നമ്മുടെ ഇന്ത്യയുടെ തന്നെയാണ്. നൂതന ഏവിയോണിക്സും ചടുലതയുമുള്ള ലൈറ്റ് കോമ്പാക്ട് വിമാനമാണ് നമ്മുടെ HAL തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം. അതോടൊപ്പം തന്നെ മിറാഷ് 2000 കാർഗിൽ യുദ്ധം, ബാലാക്കോട്ട് ആക്രമണം പ്രവർത്തനങ്ങൾ നിർണായകമായിട്ട് റോൾ വഹിച്ച ഒരു യുദ്ധവിമാനമാണ്
മിറാഷ് 2000, അതുപോലെ കൃത്യതയുള്ള പ്രഹരശേഷി കൂടുതലുള്ള മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് മിറാഷ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലൈറ്റുകളൊക്കെ ക്യാരി ചെയ്യുന്ന ആയുധങ്ങളൊക്കെ ക്യാരി ചെയ്യുന്ന വലിയ ചരക്ക് യുദ്ധവിമാനങ്ങളുണ്ട്. അത് സൂപ്പർ ഹെർക്കുലീസ് C-130J സൂപ്പർ ഹെർക്കുലീസ് ഉണ്ട്. അത് നമ്മുടെ ആയുധങ്ങളൊക്കെ കൊണ്ടുപോകാനും ചരക്ക് ഗതാഗതം കൊണ്ടുപോകാനുള്ളത്. AN-32 ഉണ്ട്. അതും ഇതുപോലെ ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ ഹെലികോപ്റ്ററുകൾ എന്ന് വെച്ചാൽ അടിപൊളി ഹെലികോപ്റ്ററാണ്. അപ്പാച്ചെ AH-64E എന്ന് പറയുന്ന അപ്പാച്ചെ നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹെലികോപ്റ്ററുകളാണ്. നൂതന കഴിവുകളും ക്ലോസ് എയർ സപ്പോർട്ടിലും കര ആക്രമണത്തിലും പേര് കേട്ട ഒരു ആക്രമണ ഹെലികോപ്റ്ററാണ് നമ്മുടെ അപ്പാച്ചെ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. നമുക്കറിയാം ഇപ്പോഴത്തെ എമ്പുരാൻ സിനിമയിൽ അതിൻ്റെ ഒരു മോഡലൊക്കെ ജസ്റ്റ് കാണാം. അത് നിർമ്മിച്ചതാണ് സാധാരണ, അല്ലാതെ നിർമ്മിച്ച ഒറിജിനൽ അപ്പാച്ചെ അല്ല. എന്തായാലും അതിന് ശേഷം ഒരു MI-70 V5 എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അതും ഇതുപോലെ സൈനിക ഗതാഗതം, തിരച്ചിൽ, പ്രളയത്തിന് സമയത്ത് കേരളത്തിലൊക്കെ എത്തി തിരച്ചിലൊക്കെ നടത്തിയ, രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ഹെലികോപ്റ്ററാണ് MI-70 V5 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. അതിനുശേഷം മറ്റ് യുദ്ധവിമാനങ്ങളുണ്ട്. MiG-29 ഉണ്ട്, മാരുതുണ്ട്, 24 മാരുത് എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളുണ്ട്. ALH ധ്രുവ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ AMC അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഫ്ലൈറ്റർ ജെറ്റുകളുണ്ട്. അപ്പം ഇങ്ങനെ അത്യാധുനികമായ നൂതന സാങ്കേതിക വിദ്യകളുള്ളത്, ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള യുദ്ധ വിമാനങ്ങളുമായിട്ടാണ് ഇന്ത്യ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. എന്തായാലും പാകിസ്ഥാന് തക്ക മറുപടി ഈ ദിവസങ്ങളിൽ നൽകുമെന്നാണ് ഓരോ ഇന്ത്യക്കാരും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.